ജീവിതം പൂർണ്ണമാക്കി തന്ന പ്രിയപ്പെട്ടവന് ജന്മദിനാശംസകൾ നേരുന്നു എന്നാണ് തൃഷ ക്യാപ്ഷൻ ഇട്ടിരിക്കുന്നത്. വിജയുടെ ജന്മദിനത്തിൽ തൃഷയുടെ ഒരു രംഗപ്രവേശവും കണ്ടില്ല. ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയായിരുന്നു ഈ തൃഷ അത് പദ്ധതി ആവിഷ്കരിച്ചത്. അതായത് ഈ പിറന്നാൾ ദിനത്തിൽ യാതൊരു അനക്കവും ഇല്ലാത്ത തൃഷ 2 ദിവസം കഴിഞ്ഞ് ഇട്ടിരിക്കുന്ന പോസ്റ്റാണ്. അതായത് ഈ വിജയും തൃഷയും ഒന്നിച്ചിരുന്ന് കേക്ക് മുറിക്കുന്ന ഒരു ചിത്രമാണ് പങ്കുവച്ചിരിക്കുന്നത്. എന്റെ ജീവിതം അർത്ഥപൂർണമാക്കുന്ന പ്രിയപ്പെട്ടവന് ജന്മദിനാശംസകൾ എന്നാണ് തൃഷ അതിന്റെ ആ പോസ്റ്റിന് ക്യാപ്ഷൻ ഇട്ടിരിക്കുന്നത്. അപ്പോൾ എന്റെ പ്രിയപ്പെട്ടവന് ജന്മദിനാശംസകൾ, അതായത് എന്റെ ജീവിതം പൂർണ്ണമാക്കി തന്ന പ്രിയപ്പെട്ടവന് ജന്മദിനാശംസകൾ നേരുന്നു എന്നാണ് തൃഷ ക്യാപ്ഷൻ ഇട്ടിരിക്കുന്നത് ഈ പോസ്റ്റിന് താഴെ. അപ്പോൾ നമ്മൾ ഈ ഓരോ ഗോസിപ്പുകൾ വരുമ്പോഴും അത് വെറും ഒരു ഗോസിപ്പ് ആയിരിക്കണമേ എന്നുള്ള പ്രാർത്ഥനയായിരുന്നു സംഗീതയെ സ്നേഹിക്കുന്ന ജനങ്ങൾക്കുണ്ടായിരുന്നത്. എന്നാൽ അതൊന്നുമല്ല സത്യം. യാഥാർത്ഥ്യങ്ങൾ പുറത്തു വരുന്നതിന്റെ ഒരു ലക്ഷണങ്ങളായിട്ട് ഈ തൃഷയുടെ ഈ പോസ്റ്റിനെയും അല്ലെങ്കിൽ ഈ തൃഷയുടെ ഇപ്പോഴത്തെ ആ ആറ്റിറ്റ്യൂഡിനെയും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങൾ തന്നെയാണ്. അതിന്റെ കൂടെ ഒരു ഏഞ്ചൽ നമ്പർ 0000, അതായത് 4 വരുന്ന ഒരു സംഖ്യയും ഈ ക്യാപ്ഷനിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതിന്റെയൊക്കെ അർത്ഥം നമ്മളൊക്കെ ഉദ്ദേശിച്ചതില് അപ്പുറം ആണ് കാര്യങ്ങളുടെ യഥാർത്ഥ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിനൊക്കെ ഒരുപാട് പ്രാധാന്യം ഉണ്ട് എന്നുള്ള കാര്യം ജനങ്ങളൊക്കെ മനസ്സിലാക്കിയിരിക്കുന്നതിലും, അതായത് നമ്മൾ ഒരു ഗോസിപ്പ് ആയിരിക്കണം എന്ന് ആഗ്രഹിക്കുന്നതും പ്രാർത്ഥിക്കുന്നതിലുമൊക്കെ ഒരുപാട് ദൂരങ്ങളിലേക്ക് പോയിരിക്കുന്നു എന്നുള്ള ഒരു സത്യമാണ് തൃഷ ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്ന ആ ജന്മദിനാശംസകളാണെങ്കിലും ആ ക്യാപ്ഷൻ ആണെങ്കിലും ആ ഏഞ്ചൽ നമ്പറാണെങ്കിലും എല്ലാം നമ്മളെ വിസ്മയിപ്പിക്കുന്ന തരത്തിൽ തന്നെയുള്ളതാണ്. ഇതിന് ഒന്നും പറയുവാനില്ല, ഇതിനൊന്നും ഒരു ആൻസർ കൊടുക്കുവാനില്ല എന്നുള്ളതാണ് ഇതിന്റെ സത്യങ്ങൾ. മനസ്സിലാക്കാൻ സാധിക്കാത്ത ഒരാളോടാണെങ്കിൽ നമുക്ക് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാം. പക്ഷേ മനസ്സിലാകുന്നില്ല എന്നുള്ള അർത്ഥം നടിക്കുന്നവരെ നമുക്കൊരിക്കലും അവരെ ഉണർത്താൻ കഴിയില്ല. അതായത് ഈ പ്രശ്നങ്ങൾ ഇവിടെയൊന്നും തീരില്ല, പ്രശ്നങ്ങൾ അവസാനിക്കുന്നില്ല, പ്രശ്നങ്ങൾക്ക് കുറിക്കുന്നതേയുള്ളൂ എന്നുള്ള തരത്തിലുള്ള സൂചനകളാണ് നമുക്ക് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കുവാനായിട്ട്. അതായത് ജനങ്ങൾ ഒന്നടങ്കം, തമിഴ്നാട്ടിലെയും കേരളത്തിലെയും ജനങ്ങൾ, സംഗീതയെ സ്നേഹിക്കുന്ന ജനങ്ങൾ എല്ലാവരും ആരാധിക്കുന്ന എല്ലാ ജനങ്ങളും വഴിക്കണ്ണുമായിട്ട് നോക്കിയിരുന്ന ഒരു ദിവസമായിരുന്നു വിജയുടെ പിറന്നാൾ. ഒരു കുടുംബത്തിന്റെ അധപതനം, ഒരു കുടുംബത്തിന്റെ താഴ്ച ആഘോഷിക്കുന്നവരുണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ അവരെ എന്താണ് പറയേണ്ടത്? വിവരമുള്ളവർക്ക്, സംസ്കാരമുള്ളവർക്ക്, സാധാരണ ജനങ്ങൾക്ക് ഇതിനൊന്നും ഒന്നും പറയുവാനില്ല. ഒന്നും പറയാൻ പറ്റാത്ത, അല്ലെങ്കിൽ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ലാത്ത അവസ്ഥയിലൂടെയാണ് ഇപ്പോൾ കാര്യങ്ങളുടെ ഒരു പോക്ക് എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. ഈ തൃഷ എന്ന് പറയുന്ന വ്യക്തിക്ക് ഇത്തരത്തിൽ എങ്ങനെ, അതായത് ഇവരുടെയൊക്കെ ഒരു മനസ്സ് സാധാരണ ഒരു സ്ത്രീകൾക്കുള്ള ഒരു മനസ്സൊന്നുമല്ല. സാധാരണ കുടുംബങ്ങളിൽ ഉണ്ടാകുന്ന ഒരു സ്ത്രീകളുടെ ഒരു സ്വഭാവമോ അല്ലെങ്കിൽ ആ ആറ്റിറ്റ്യൂഡോ ആ ക്യാരക്ടർ എല്ലാം ഒരു വെറൈറ്റിയിലൂടെയാണ് കടന്നു പോകുന്നത്. ജീവിതം തന്നെ വെറൈറ്റി ആക്കുവാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണ് ഈ തൃഷ. ഇത് കണ്ടറിയേണ്ട കാര്യങ്ങൾ തന്നെയാണ്. ഇനി വരും ദിവസങ്ങളിൽ അല്ലെങ്കിൽ വരും കാലങ്ങളിൽ ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഭവിഷ്യത്തുകൾ, അല്ലെങ്കിൽ ജീവിതത്തിൽ ഉണ്ടാകുന്ന ആ പ്രശ്നങ്ങള്, അല്ലെങ്കിൽ ഇവർ നേരിടേണ്ടി വരുന്ന ജീവിത സംഭവങ്ങൾ എന്നൊക്കെ നമുക്ക് പറയാം. അത് ആകുമായിരിക്കും, എത്തരത്തിലാകാനാണ് സാധ്യത എന്നുള്ളത് ഇപ്പോൾ തന്നെ നമുക്ക് ഒരുവിധം സാമാന്യ ഒരു ബോധം ഉള്ളവർക്ക് മനസ്സിലായിട്ടുണ്ട്. എന്തായാലും തൃഷയുടേതായ രീതിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ജീവിത യാഥാർത്ഥ്യങ്ങളുമായി പൊരുത്തപ്പെട്ട് നീന്തി തുടിക്കുകയാണ് ഇങ്ങനെ സകല കലാവല്ലഭയായിട്ട് തന്നെ ഇങ്ങനെ മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് കടന്നു ചെല്ലുകയും അവിടെ തന്നാൽ പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥയാണ് നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത്.